PM ശ്രീയിലെ തർക്കം ഒത്തുതീർന്നതോടെ CPI മന്ത്രിമാർ ക്യാബിനറ്റ് യോഗത്തിനെത്തി. വിവാദങ്ങൾക്ക് പിന്നാലെ ചേരുന്ന മന്ത്രിസഭാ യോഗം പുരോഗമിക്കുകയാണ്. രാവിലെ CPM, CPI നേതാക്കൾ നടത്തിയ ചർച്ചയിലാണ് ഇരു പാർട്ടികളും സമവായത്തിലെത്തിയത്. PM ശ്രീ മാനദണ്ഡങ്ങളിൽ ഇളവ് വേണമെന്നാവശ്യപ്പെട്ട് കേന്ദ്രത്തിന് കത്തയക്കാനും മന്ത്രിസഭാ ഉപസമിതി രൂപീകരിക്കാനും തീരുമാനിച്ചു. ഇളവ് അനുവദിക്കുന്നതുവരെ കരാർ മരവിപ്പിക്കണമെന്നും കേന്ദ്രത്തോട് ആവശ്യപ്പെടും. വിജയത്തിന്റെയോ പരാജയത്തിന്റെയോ ക്രെഡിറ്റ് എടുക്കാൻ CPI ഇല്ലെന്നും ഇടതുപക്ഷാശയത്തിന്റെയും മുന്നണിയുടെയും വിജയമാണെന്നും ബിനോയ് വിശ്വം പ്രതികരിച്ചു. മന്ത്രിസഭാ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണും. അങ്ങനെ വിജയത്തിന്റെയോ പരാജയത്തിന്റെയോ കണക്കെടുക്കാൻ CPI ഇല്ല. CPI പറയും വിജയത്തിന്റെ കാര്യമാണ് പറയേണ്ടതെങ്കിൽ ഈ വിജയം LDFന്റെ വിജയമാണ്, ഇടതുപക്ഷ ഐക്യത്തിന്റെ വിജയമാണ്, ഇടതുപക്ഷ ആശയത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും വിജയമാണ്. വിവരങ്ങളുമായി വിജിൻ വായാന്തോടും സുനിൽ ഐസക്കും ചേരുകയാണ്. സുനിൽ ഐസക്കിലേക്ക്. സുനിൽ, മന്ത്രിസഭാ യോഗം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. CPI മന്ത്രിമാരും സമവായത്തിന് പിന്നാലെ ക്യാബിനറ്റിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിന് ശേഷം PM ശ്രീയിൽ എന്ത് തീരുമാനമെടുക്കും എന്നാണ് അറിയുന്നത്? ഇടതുമുന്നണിയെ സംബന്ധിച്ച് ഒരാഴ്ച അടുത്ത് നീണ്ടൊരു രാഷ്ട്രീയ സുനാമി പിൻവാങ്ങിയതിന്റെ സമാധാനത്തിലും ആശ്വാസത്തിലുമാണ് CPM-ഉം CPI-യും എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇന്നത്തെ മന്ത്രിസഭാ യോഗം 3:30 മണി വരെ നീട്ടിയതുപോലും, സാധാരണഗതിയിൽ നമുക്കറിയാം രാവിലെ 9:30-ക്കോ 10 മണിക്കോ നടക്കേണ്ട മന്ത്രിസഭാ യോഗം വൈകിട്ടത്തേക്ക് നീട്ടിയതുപോലും ഒരു സമവായത്തിന്റെ വഴിയൊരുക്കാൻ കഴിയുമെന്ന ശുഭപ്രതീക്ഷയിലായിരുന്നു. ആ പ്രതീക്ഷ വിജയിച്ചിരിക്കുന്നു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് സംസ്ഥാന സർക്കാർ സ്വീകരിക്കാൻ പോകുന്ന നടപടികളെന്ന് വളരെ കൃത്യമായി വ്യക്തമായി CPI നേതൃത്വത്തെ ഇതിനോടകം തന്നെ ധരിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ആ ധാരണയിൽ അവരും തൃപ്തരാണ്. അതുകൊണ്ടാണ് എന്തായാലും തൽക്കാലം പിണക്കങ്ങളൊക്കെ മാറ്റിവെച്ച് വീണ്ടും സജീവമായി ഒന്നിച്ചു പോകാമെന്നൊരു തീരുമാനത്തിലേക്ക് CPI എത്തിയിരിക്കുന്നത്. മാത്രമല്ല മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കാമെന്നുള്ള കടുത്ത തീരുമാനത്തിൽ നിന്ന് പിന്മാറണമെന്ന മുഖ്യമന്ത്രിയുടെ ആവശ്യവും അഭ്യർത്ഥനയുമൊക്കെ CPI അംഗീകരിക്കുകയും ചെയ്തു. അങ്ങനെ സമാധാനമായി ശാന്തമായി വീണ്ടും മന്ത്രിസഭാ യോഗത്തിലേക്ക് എത്തിയിരിക്കുകയാണ് CPIയുടെ 4 മന്ത്രിമാരും. ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യത്തിലേക്ക് വന്നാൽ, ഇതുമായി ബന്ധപ്പെട്ടൊരു ധാരണ ഉണ്ടായിട്ടുണ്ട്. അത് നമ്മൾ ഇന്നലെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിലൊന്ന് മന്ത്രിസഭാ ഉപസമിതി രൂപീകരിക്കാമെന്ന തീരുമാനമാണ്. ആ മന്ത്രിസഭാ ഉപസമിതിയിൽ CPIയുടെ മന്ത്രിമാരടക്കമുള്ള ആളുകളാണ് ഉണ്ടാവുക. അവരായിരിക്കും ഇനി മുതൽ ഈ PM ശ്രീ പദ്ധതിയിൽ നിന്ന് പിന്നോട്ട് പോകാൻ, അല്ലെങ്കിൽ PM ശ്രീ പദ്ധതിയിൽ നിന്ന് ഒഴിവാകാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ കഴിയുക, അതിൽ തുടർ നടപടികൾ എന്തൊക്കെയാണ് എന്ന് അവരെയായിരിക്കും ചുമതലപ്പെടുത്തുന്നത്. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, PM ശ്രീ പദ്ധതിയിൽ ഇളവ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് കത്തയക്കും. കേന്ദ്രത്തിന് കത്തയക്കുമ്പോൾ സ്വാഭാവികമായും കേന്ദ്രം അത് ചെവിക്കൊള്ളണമെന്ന് ഒരു സാധ്യതയുമില്ല. അതുകൊണ്ട് ആ കാര്യത്തിലൊരു തീരുമാനമാകും വരെയെങ്കിലും ഇതിൽ ഇത് മരവിപ്പിക്കണം, അതായത് പദ്ധതി മരവിപ്പിക്കണം എന്നതാണ് സംസ്ഥാന സർക്കാർ വീണ്ടും ആവശ്യപ്പെടാൻ വേണ്ടി പോകുന്ന ഒരു കാര്യം. ഇനി PM ശ്രീ പദ്ധതിയിൽ നിന്ന് പിൻവാങ്ങാനുള്ള താല്പര്യം കാണിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ കത്തെഴുതുമോ എന്ന കാര്യം കൂടി കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. അക്കാര്യത്തിലൊരു സ്ഥിരീകരണം ഇപ്പോഴും വന്നിട്ടില്ല. അങ്ങനെ കത്തെഴുതിയാലും അതുകൊണ്ട് ഗുണമുണ്ടാവില്ല. കാരണം ഈ പദ്ധതിയുടെ MOU ഒപ്പിടുമ്പോൾ അതിൽ വളരെ കൃത്യമായി വ്യക്തമായി പറയുന്നുണ്ട്, അങ്ങനെ സംസ്ഥാനത്തെ ഏകപക്ഷീയമായി തീരുമാനിക്കാൻ കഴിയില്ല. അത് കേന്ദ്ര സർക്കാരാണ് തീരുമാനിക്കുന്നത്. ഇനി കേന്ദ്ര സർക്കാർ അനുവദിക്കുന്നില്ലെങ്കിൽ അടുത്തത് നിയമവഴികളാണ്. ആ നിയമവഴികളെന്ന് പറയുന്നത് ഡൽഹിയിലെ പരിധിയിലുള്ള ഏതെങ്കിലും കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്യുക, അല്ലെങ്കിൽ ഹർജി നൽകുക എന്നതാണ്. അങ്ങനെ ആ കോടതിയായിരിക്കും ഇനി ഇക്കാര്യത്തിലൊരു തീരുമാനം എടുക്കേണ്ടത്. അങ്ങനെ ഉള്ള തുടർ തീരുമാനങ്ങളുണ്ട്. അത്തരം തീരുമാനങ്ങളിലേക്ക് പോകുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ്. പക്ഷേ സർക്കാർ ഇപ്പോൾ തത്വത്തിൽ തീരുമാനിച്ചിരിക്കുന്ന ഒരു കാര്യം, ഈ പദ്ധതിയിൽ ഇളവ് അനുവദിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാരിന് കത്തയക്കുന്നു. ഒപ്പം പദ്ധതിയിൽ ഒപ്പിടാൻ പ്രധാനമായി ഒരു കാരണമായി പറഞ്ഞത് ഈ ഫണ്ടായിരുന്നു. കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് കിട്ടേണ്ടതുണ്ട്. അത് നമ്മുടെ കുട്ടികളുടെ ഭാവി മുൻനിർത്തിയാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തത് എന്ന് മന്ത്രി V ശിവൻകുട്ടിയും അതുപോലെ തന്നെ CPM സംസ്ഥാന സെക്രട്ടറിയും ഒക്കെ ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊരു ഇളവ് തേടി കത്ത് നൽകുമ്പോൾ, അല്ലെങ്കിൽ അതുവരെ ഒരു തീരുമാനമാകുന്നതുവരെ ഈ പദ്ധതി മരവിപ്പിക്കുമ്പോൾ ഈ ഫണ്ടിന്റെ കാര്യത്തിൽ ഒരു തടസ്സമുണ്ടാകാൻ സാധ്യതയില്ലേ? ഇനി ഫണ്ട് വേണ്ട, ഇത് കിട്ടിയില്ലെങ്കിലും വേണ്ട, നമുക്ക് ഈ വിവാദങ്ങൾ അവസാനിപ്പിക്കാം എന്നതാണോ ഇപ്പോൾ മുന്നണിക്കുള്ളിലുള്ള ഒരു ധാരണ?